നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലുള്ള രണ്ട് പേര്, ഞാൻ ഇവരെക്കുറിച്ച് പറയാനുള്ള കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ അതിജീവിതക്കൊപ്പമാണ്, ഞങ്ങൾ ഇരക്കൊപ്പമാണ്, ഞങ്ങൾ ഈ പറയുന്ന പരാതിക്കൊരയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറയുകയും അതോടൊപ്പം വലിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും പൊതുമധ്യത്തിൽ. എന്നിട്ട് ഇവർ തന്നെ എന്താ ചെയ്യുന്നത്? ഇവരാണ് കേരളത്തിലെ നമ്മുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ, ഭാര്യമാരുടെ, യുവതികളുടെ ഒക്കെ ഹോൾസെയിൽ തള്ളമാർ. ഈ തള്ളമാരെന്താ ചെയ്യുന്നത്? ഈ തള്ളമാർ നിരന്തരം ഇപ്പോൾ ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രഥമ ദൃഷ്ടിയ ഒരൊറ്റ നോട്ടത്തിൽ ഇവർ രാഹുലിൻ്റെ ശത്രുക്കളാണെന്ന് തോന്നും. പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിജീവിതക്കൊപ്പമാണ്, ഇരക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേ അതിജീവിതയെയും ഇരയെയും പറ്റിക്കുകയും അവർക്ക് പ്രതികൂലമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടികൾ ഉണ്ടാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ നിശാരത്നമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിലുണ്ട്. ആ വ്യക്തി ഇപ്പോൾ ഒരു പീഡന കേസിലെ 3-ാം പ്രതിയാണ്. എങ്ങനെയാണ് 3-ാം പ്രതിയായത്? ആരെങ്കിലും പീഡിപ്പിച്ചിട്ടാണോ? അല്ല. അതിജീവിതയെ അധിക്ഷേപിക്കുകയും അതിജീവിതക്കെതിരെയുള്ള പല കാര്യങ്ങളും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ അപ്പുറത്തിരിക്കുന്നത് ലക്ഷ്മി പത്മയാണ്. ലക്ഷ്മി പത്മ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ ലക്ഷ്മി പത്മ എന്താ ചെയ്തത്? ആ ഇൻ്റർവ്യൂവിൽ രാഹുലിനെ ഇൻ്റർവ്യൂ ചെയ്ത ഹാഷ്മി ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാത്തവനാണ്, ഹാഷ്മി പൊട്ടനാണ്, ഹാഷ്മി ആരോ പൈസ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്ന ചോദ്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 ചോദ്യങ്ങൾ, അതോടൊപ്പം ഒരു 5-6 സ്ക്രീൻഷോട്ടുകൾ. എന്നിട്ട് ആ സ്ക്രീൻഷോട്ടുകളിൽ ചിലതൊക്കെ മായ്ച്ചു, ചിലതൊക്കെ ഡിലീറ്റാക്കി അല്ലെങ്കിൽ ബ്ലർ ചെയ്ത്, ചിലതൊക്കെ ഒന്നും ചെയ്യാതെ ഒക്കെ പുറത്തേക്ക് വിട്ടു. ഈ പുറത്തേക്ക് അങ്ങനെ വിട്ടതോടുകൂടി എന്താ സംഭവിച്ചത്? ഏപ്രിൽ 8 പീഡിപ്പിച്ചു എന്ന് പരാതിക്കാരി പറയുന്ന, ബലാത്സംഗം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ പരാതിക്കാരി അതേ ഏപ്രിൽ 2024 ഏപ്രിൽ 14 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിന് 10,000 രൂപ അയച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 10,000 രൂപ എന്തിനയച്ചു എന്നുള്ള ചോദ്യം വന്നു. പിന്നീട് അത് വിഷു കൈനീട്ടം അയച്ചതാണ് എന്നുള്ള രീതിയിലുള്ള ആൻസറുകൾ വരുന്നു. അപ്പോൾ ഈ പീഡനം കഴിഞ്ഞിട്ടും 8-ാം തീയതി കഴിഞ്ഞ് 9, 10, 11, 12, 13, 14 6-ാമത്തെ ദിവസം 10,000 രൂപ അയച്ചത് എന്ന് പറഞ്ഞാൽ അന്ന് നടന്നത് പീഡനമായിരുന്നോ എന്നുള്ള ചോദ്യം വന്നു. ഇനി അതല്ല വേറെ വല്ലതുമായിരുന്നോ അന്ന് നടന്നത് എന്നുള്ള ചോദ്യം വരാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ അതിജീവിതക്കൊപ്പമാണ്, ഇരക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരക്കുകയും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന, അതിജീവിതകൾക്ക് തിരിച്ചടിയാകുന്ന, അവർക്ക് പ്രതികൂലമാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പൊതുമധ്യത്തിലേക്ക് വിളിച്ചു പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ 2 പേരെന്ന് പറയുന്നത്. ഇപ്പം ഞാനിങ്ങനെ കുറേ ആലോചിച്ച് നോക്കി, എന്താ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഗൂഢാലോചന? എന്തുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തായിരിക്കും ഇവരുടെ മോട്ടീവ്? സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളങ്ങനെ നമ്മുടെ ഇടയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അങ്ങനെ ചില ആളുകളുണ്ടാവും. ഒരേ സമയം നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യും, എന്നിട്ട് അതേസമയം നമ്മുടെ ശത്രുക്കളോടൊപ്പം നിൽക്കുക. ഇവിടെ നടക്കുന്ന കാര്യം അവിടെ ചെന്ന് പറയുക, അവിടെ നടക്കുന്ന കാര്യം ഇവിടെ ചെന്ന് വന്ന് പറയുക. ഇത്തരത്തിലുള്ള ചില ആളുകളുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പം ഇതിന് നമ്മൾ അറബിയിൽ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ആ വാക്ക്? മുനാഫിക് എന്നാണ് ഉപയോഗിക്കുന്നത്. ആ വാക്കുകൾ പലരും ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മുനാഫിക്ക് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ 2 വള്ളത്തിലും കാല് വെക്കുക, 2 തോണിയിലും കാല് വെക്കുക എന്ന് പറയുന്ന ഏർപ്പാട് ഇവരെന്തിനാ ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ കുറേ ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു അതിലേക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയില്ല നമ്മൾ സാധാരണഗതിയിൽ. അതേ രീതിയിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴിങ്ങനെ ആലോചിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലക്ഷ്മി പത്മ ദ ഫോർത്ത് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒരു ഓണക്കാലത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തുകയും അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ ലക്ഷ്മി പത്മക്ക് ഉള്ള ചില 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 എക്സ്പ്രഷനുകൾ ചിലതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നത്. ഇത് പോരാഞ്ഞിട്ട് ഇപ്പോൾ 2025 ഓഗസ്റ്റ് 20 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ പൊതുമധ്യത്തിലേക്ക് വരുന്നത് അപ്പോഴാണ്. എന്നാൽ അത്തരം ആരോപണങ്ങൾ അതിനു മുമ്പുണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് വിജയിച്ച് കയറിയത് മുതൽ അത്തരം ആരോപണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അന്ന് ഇതൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അന്തംകമ്മി അടിമകൾ, സൈബർ സഖാക്കൾ, അന്ന് രാഹുലുമായി ചേർത്ത് വെച്ച പേരിൽ ഒരാളായിരുന്നു ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്നത്. ഈ സൈബർ ആക്രമണത്തിനെതിരെ പിന്നീട് ലക്ഷ്മി പത്മ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങൾ വരുന്നതിന് മുമ്പ് പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ലക്ഷ്മി പത്മയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ, അതിനിപ്പോൾ വൺ സൈഡ് ആണോ അതോ ടു വേ ആണോ എന്നൊന്നും എനിക്കറിയില്ല, എന്തോ ഒരു കണക്ഷൻ എവിടെയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷ്മി പത്മയുടെ പ്രവർത്തികൾ കാണുമ്പോൾ എന്താ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി പത്മ ഇരക്കൊപ്പമാണോ അതോ രാഹുലിനൊപ്പമാണോ? അല്ലേ? ഇപ്പം ഇരക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും പുറത്തു വിടുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇരക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ചെയ്യുമോ? ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ. അല്ല, പുറമേ ഞാൻ ഇരക്കൊപ്പവും ഉള്ളുകൊണ്ട് രാഹുലിനൊപ്പവുമാണോ? സ്വാഭാവികമായിട്ടും അല്ലേ? അതല്ല, ഈ രണ്ട് തോണിയിലും കാല് വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയാൽ മതി എന്നാണോ ലക്ഷ്മി പത്മ ആഗ്രഹിക്കുന്നത്? മേ ബി അങ്ങനെയുമായിരിക്കാം. കാരണം ഈ ഞാൻ മാത്രം കണ്ടു എന്ന് ലക്ഷ്മി പത്മ പറഞ്ഞതിനാണല്ലോ ഇപ്പോൾ സംസ്ഥാന മാധ്യമ അവാർഡ് ലക്ഷ്മി പത്മക്ക് ലഭിച്ചിരിക്കുന്നത്. അതല്ലാതെ കേരളത്തിൽ വേറെ ജേർണലിസ്റ്റുകൾ, എന്താണ് ജേർണലിസം എന്ന് അറിയാവുന്നവരും അതിൻ്റെ ധാർമ്മികതക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായ ആളുകൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലോ. അപ്പോൾ ലക്ഷ്മി പത്മക്ക് ഈ സംസ്ഥാന മാധ്യമ അവാർഡ് ലഭിക്കുമ്പോൾ, ആ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ എന്തൊക്കെയോ ചിലതൊക്കെ കൺസിഡറേഷൻ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളാണ് സ്ത്രീകളുടെ സംരക്ഷകർ, ഞങ്ങളാണ് കുത്തക അവകാശപ്പെടുന്ന ഈ ആളുകൾ ആ സ്ത്രീ സമൂഹത്തിന് തന്നെ വലിയ പാരയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതുകൊണ്ട് ഇപ്പം ഈ ഒരു രാഹുൽ മാങ്കൂട്ടം വിവാദം ഇങ്ങനെ ഉണ്ടായതുകൊണ്ടും ഇത് ഇത്ര വലിയ ചർച്ചയായതുകൊണ്ടും എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു യഥാർത്ഥ അതിജീവിത, ഒരു ക്രൂരത നേരിടേണ്ടി വന്ന, അക്രമം നേരിടേണ്ടി വന്ന ഒരു സ്ത്രീക്ക് ഇനി പരാതികളുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവരെ ഈ രാജ്യം ജനങ്ങളും പൊതുസമൂഹവും ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാവരും എങ്ങനെയാണ് അവരെ നോക്കിക്കാണുക എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. കാരണം എന്താ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 പരാതികൾ വന്നിട്ട് ഈ 3 പരാതിയിലും ഞാനല്ല ചോദിക്കുന്നത്, കോടതി ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? എവിടെ ബലാത്സംഗം, എവിടെ പീഡനം, എവിടെ ക്രൂരത, എവിടെ സാമ്പത്തിക ചൂഷണം, ഇങ്ങനെ നിരവധി അനവധി ചോദ്യങ്ങൾ കോടതി തന്നെ ചോദിക്കുക. അപ്പോൾ കോടതി അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കെന്തതിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇത് ഓഫ് കോഴ്സ് ഇതൊരു വ്യാജ പരാതിയാണ് എന്നുള്ളത് ബോധ്യമാവുകയാണ്. അങ്ങനെ ബോധ്യമാകുമ്പോൾ ഇത്തരം പരാതികൾ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെങ്കിലും ശരി, ഇനി മറ്റാർക്കെങ്കിലും എതിരെയാണെങ്കിലും ശരി, അതൊരു ഇനി യാഥാർത്ഥ്യം പീഡനം നടന്നു, ബലാത്സംഗം നടന്നു എന്നുള്ള പരാതി തന്നെ ആയാലും അത്തരം പരാതികളിലും ഇത്തരം സംശയങ്ങളും ജനങ്ങളുടെ മനസ്സുകളിലുണ്ടാവും. അത് ആർക്കാ തിരിച്ചടി? യഥാർത്ഥ അതിജീവിതക്ക് തിരിച്ചടിയാണ്. അവർക്ക് വലിയ ഡ്രോബാക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. സ്ത്രീ സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അവരെ പ്രതിരോധം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നേക്ക് എന്തിനാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിൽക്കുന്നത് എന്ന് ചോദിക്കും. അതിന് കാരണമുണ്ട്. കാരണം
ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ഈ മുഖം മൂടി അണിഞ്ഞ സ്ത്രീപക്ഷക്കാർക്ക്, സ്ത്രീ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്കൊരു ലക്ഷ്യമുണ്ട്. അത് അവർക്ക് അവരുടേതായ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതിന് ഒരുത്തനെ ചവിട്ടി താഴ്ത്തിയിട്ടാണെങ്കിലും ശരി, മറ്റൊരുത്തനെ വെട്ടി വീഴ്ത്തിയിട്ടാണെങ്കിലും ശരി, എനിക്ക് നിൻ്റെതങ്ങോട്ട് കീറിയാലും വേണ്ടിയില്ല, എൻ്റെതങ്ങോട്ട് കയറിയാൽ മതി എന്നുള്ള ഒരു ലൈനാണ്. എന്തായാലും രാഹുലിനെ വെട്ടി വീഴ്ത്തിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് എൻ്റെ കാര്യം നടക്കണം, എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടണം, എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് സാക്ഷാത്കരിക്കണം എന്നുള്ള ഒരു ലൈനിലൂടെയാണ് ഇവരൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ രാഹുലിനെ ആയുധമാക്കുകയാ. എന്തിനുള്ള ആയുധം? അത് രാഹുലിനെ വീഴ്ത്താനുള്ളതും അതോടൊപ്പം ഇപ്പം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതുപോലെ രാഹുലിനെ വീഴ്ത്തുകയും ചെയ്യാം, തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. അതിൽ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ട്. ഇനി പോപ്പുലാരിറ്റി എന്ന് പറയുന്ന, ഫേമസ് എന്ന് പറയുന്ന, ജനശ്രദ്ധ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി അവരതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ലക്ഷ്മി പത്മക്ക് മാധ്യമ അവാർഡ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ലക്ഷ്മി പത്മയുടെ കൂടെയുള്ള ആ സ്ത്രീ, അവർ കഴിഞ്ഞ ദിവസം KLF-ൻ്റെ വേദിയിൽ വന്നപ്പോൾ അവിടെ നിന്ന് സദസ്സിലിരുന്നവർ അവരെ ഇറക്കി വിടാൻ ആവശ്യപ്പെട്ടതാണ്. എന്തായിരുന്നു കാരണം? ഈ ഇരട്ടത്താപ്പ്. ഒരേ സമയം ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും നിൽക്കുന്ന ഈ പരിപാടി. എന്നിട്ട് അവരെ ലക്ഷ്മി പത്മയല്ല, മറ്റേ ആ സ്ത്രീ നിഷ രത്നമ്മ എന്ന് പറയുന്ന സ്ത്രീ, അവരെ KLF-ൻ്റെ വേദിയിൽ നിന്ന് ഇറക്കി വിടാൻ വരെ അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം സ്ത്രീ സംരക്ഷകരെന്ന് പറയുന്ന ആളുകൾ നിരന്തരമായിട്ട് സ്ത്രീ സമൂഹത്തെ പ്രതിരോധത്തിലാക്കുകയും അതുവഴി ഏതെങ്കിലും ഒരു പുരുഷനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ മാക്സിമം ചവിട്ടി താഴ്ത്തി, അവനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഉയർന്നു പൊന്താനുള്ള ഒരവസരമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ആയുധമാണ് എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.